നമ്മളതിനെ സമർപ്പിക്കുന്നുവെങ്കിൽ, ഒന്ന്, അവൻ നമ്മളെ സൗഖ്യമാക്കും. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. അല്ല, അതുപോലെ തന്നെ അവൻ നമ്മുടെ മുറിവുകളെ കെട്ടും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അവൻ നമ്മളെ ജീവിപ്പിക്കും. നാലാമത്തത്, നമ്മളെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ഈ കൃപാവരങ്ങൾ ഇതിൽ നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന നിമിഷം, ഈ സന്ധ്യാസമയത്തിൻ്റെ രണ്ടാമത്തെ സെഷനിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശക്തീകരിക്കുവാൻ, ബലപ്പെടുത്തുവാൻ വേണ്ടി ഒരു പ്രാവശ്യം കൂടെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിൽ കേൾപ്പിച്ചു, കർത്താവേ, അങ്ങനോട് ഇടപെടണം. അങ്ങേ ആത്മാവിന് പൂർണ്ണമായിട്ട് ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തുന്നു. മുൻവിധികളെല്ലാം മാറ്റിവെക്കുക. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും പറ്റിപ്പോകുന്ന കുഴപ്പം എന്താണെന്നറിയാമോ? നമ്മളെല്ലാവരും കടന്നു വരുന്നത് ഈ മുൻവിധിയോടുകൂടിയാണ്. ഈ മുൻവിധിയോടുകൂടി കടന്നു വരുമ്പോൾ എന്ത് പറയുന്നത്? നമ്മുടെ പാത്രം ഒഴിഞ്ഞിരിക്കുവല്ല, അത് നിറഞ്ഞിരിക്കുക. എന്തുവാ? അതിൽ മുൻവിധി വേണ്ടാത്തതൊക്കെ നിറച്ച് വച്ചേക്കുക. പിന്നെ എവിടെ നിന്നാണ് നിറയുന്നത്? എല്ലാം ഒഴിച്ചു കളയുക, എല്ലാം പൂർണ്ണമായിട്ടും എം ടി ആക്കുക. എം ടി വെസൽ, ലോർഡ് ഐ ആം ഹിയർ, ഐ